ഏവർക്കും ഒരിക്കൽ കൂടി അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. വിവാഹം ഒന്നാകും മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കാം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിച്ചും ആലോചിച്ചും വേണം ആ തീരുമാനമെടുക്കാൻ. ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരെന്ത് അടിപൊളി കപ്പിളാണ്, ഒരേ വേവ് ലെന്ത്, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം, ഇങ്ങനെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന കപ്പിളിനെ നമ്മൾ കാണാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വഴക്കും പരിഭവവും ഉണ്ടാകില്ല എന്നല്ല, 100% പെർഫെക്റ്റ് ആയ വ്യക്തികളുമില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ, സെയിം വേവ് ലെന്ത് എന്നൊക്കെ പറയുമ്പോഴും തുടക്കത്തിൽ തന്നെ ആ പൂർണ്ണതയൊന്നും ഉണ്ടാകുകയുമില്ല. ജീവിതം തുടങ്ങിയ ശേഷം പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എങ്കിലും പെട്ടെന്ന് ഇണങ്ങാനും ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതിലാണ് വിജയം നേടുന്നത്. വിവാഹത്തെക്കുറിച്ച് വ്യത്യസ്തമായ സങ്കല്പങ്ങളായിരിക്കും ഓരോരുത്തർക്കും. വിവാഹത്തിൽ ലൈംഗികതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതും തീരെ പ്രാധാന്യം കൊടുക്കാത്തതുമൊക്കെ പ്രശ്നത്തിന് കാരണമായേക്കാം. താൻ പ്രതീക്ഷിച്ചിരുന്നതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എന്ന വൈരുദ്ധ്യത്തെ മനസ്സിലാക്കുമ്പോൾ ചിലരിൽ വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നു. എന്നതിനാൽ യഥാർത്ഥ ബോധത്തോടെ വിവാഹത്തെ സമീപിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുന്നോടിയായി പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉള്ള സൗകര്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും മാനസിക പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങളും വിവാഹത്തിൽ വില്ലനാകാൻ ഇടയുണ്ട്. വിവാഹത്തിന് മുന്നോടിയായി നല്ല മാനസികാരോഗ്യം ഉറപ്പാക്കേണ്ടതും വളരെ പ്രധാനമാണ്. പരസ്പരം മനസ്സിലാക്കാൻ. വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ പരസ്പരം എന്തെല്ലാം സമാനതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആശയങ്ങളിൽ സമാനതകളുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക. പരസ്പരം ബോറടിക്കാതെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. ഉടൻ കല്യാണ തീയതി നിശ്ചയിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ അതിന്റെ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നെല്ലാം പിന്നീട് പറയേണ്ട അവസ്ഥ ഒഴിവാക്കുക. പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. തമാശയ്ക്കപ്പുറം വേദനിപ്പിക്കാനായി കുറ്റപ്പെടുത്തുന്ന രീതി ദോഷം ചെയ്യും. പരസ്പരം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. രണ്ടുപേരുടെയും സ്വഭാവ രീതികൾ പരസ്പരം മനസ്സിലാക്കി പുതിയ രീതിയിൽ എങ്ങനെ ജീവിതം ക്രമപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യുക. വരുത്തേണ്ട മാറ്റങ്ങൾ രണ്ടുപേരും അംഗീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. വിവാഹത്തിന് മുമ്പ് കൊടുത്ത വാക്ക് വിവാഹശേഷം പാലിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ജോലിയിൽ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ വാക്ക് പിന്നീട് മാറ്റുക എന്നത് പ്രശ്നത്തിന് കാരണമായേക്കാം. ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. കുടുംബ പശ്ചാത്തലങ്ങളെ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരുപാട് സമയം പിണങ്ങിയിരിക്കാതെ ക്ഷമിക്കാൻ രണ്ടുപേരും പഠിക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കുക. മനസ്സിനിണങ്ങിയ വ്യക്തിയാണെന്ന് തോന്നിയാൽ മാത്രം മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ശരിയായ ആലോചിക്കാതെ തീരുമാനം എടുക്കരുത്. വിവാഹം കഴിക്കാൻ തീരുമാനിക്കും മുമ്പ് കാഴ്ചയിൽ തോന്നുന്ന ഇഷ്ടങ്ങളും അപ്പുറം പരസ്പരം ഒത്തുപോകാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാൻ പല കാര്യങ്ങളും തുറന്നു സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജോലി, സമ്പാദ്യം, കുട്ടികൾ, ഭാവി സ്വപ്നങ്ങൾ, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ഇവയെ പറ്റിയെല്ലാം ചർച്ച ചെയ്യാം. കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം പറഞ്ഞാൽ വിവാഹം നടക്കില്ല എന്ന തോന്നൽ ഭയമുണ്ടാക്കിയേക്കാം. 100% കഴിഞ്ഞില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണോ എന്ന് അല്പമെങ്കിലും അറിഞ്ഞാൽ അത് ഗുണം ചെയ്യും. പരസ്പരം ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വിവാഹബന്ധം തകർച്ചയിലേക്ക് നയിക്കാൻ ഇടയായേക്കും. ഹണിമൂൺ പീരീഡ് അഥവാ വിവാഹത്തിന്റെ ആദ്യ നാളുകൾ പരസ്പരം വളരെയധികം സ്നേഹവും താല്പര്യമുള്ള നാളുകൾ ആയിരിക്കാം. എന്നാൽ 2 വർഷത്തിന് ശേഷം ആദ്യ നാളുകളിൽ പരസ്പരം ഉണ്ടായിരുന്ന പ്രണയം പെതുക്കെ കുറഞ്ഞു വരികാറുണ്ട്. രണ്ടുപേർക്കും പല കാര്യങ്ങളും സമാന താല്പര്യവും സമാന ഹോബികളും ആണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ മടുപ്പ് അനുഭവപ്പെടാതെ സന്തോഷപൂർവ്വമായി മുന്നോട്ട് പോകാനാകും. ശീലങ്ങൾ വില്ലനാകാതെ സൂക്ഷിക്കുക. രാവിലെ ഉണരാൻ വൈകുന്നത് മുതൽ മദ്യപാന ശീലം വരെ ചെറുതും വലുതുമായ ദുശീലങ്ങൾ വിവാഹ ജീവിതത്തിൽ വില്ലനായി വരാറുണ്ട്. ആദ്യം കണ്ടുമുട്ടുമ്പോൾ ഇവയെല്ലാം മനസ്സിലാക്കിയെങ്കിലും സാരമില്ല, ക്ഷമിച്ചു കളയാം, പിന്നീട് തനിയെ മാറിക്കൊള്ളും എന്നെല്ലാം കരുതി നിസ്സാരമാക്കിയ കാര്യങ്ങൾ കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോൾ വില്ലനായി മാറി വരുന്നത് കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പരസ്പരം സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാളുടെ പെരുമാറ്റത്തിൽ പ്രശ്നം കണ്ടാൽ കുറ്റപ്പെടുത്തി ആളെ നന്നായി
നന്നാക്കാൻ ശ്രമിക്കലാണ് പൊതുവെ ശ്രമിക്കാറ്. പക്ഷെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്നത് വ്യക്തികളിൽ വലിയ വൈകാരിക പ്രതികരണത്തിന് കാരണമാകും. ഒരാൾ മറ്റേയാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ അത് അതൃപ്തിക്ക് കാരണമാകും. കുറ്റപ്പെടുത്തൽ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷെ അത് ഒഴിവാക്കുക എന്നത് വലിയ പരിശ്രമം അത്യാവശ്യമായ കാര്യമാണ്. തെറ്റുകളെ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താൻ പരസ്പരം എങ്ങനെ സഹായിക്കാം എന്ന ചിന്തയാണ് നല്ല ദമ്പതികളെ സൃഷ്ടിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ആവശ്യം. വൈകാരികമായ അടുപ്പം പ്രധാനമാണ്. ജീവിതം മുഴുവൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നല്ല വൈകാരിക അടുപ്പം അത്യാവശ്യമാണ്. പലപ്പോഴും ലൈംഗികതയോടുള്ള താല്പര്യം ഇല്ലാതെ പോകുന്നത് വൈകാരിക അടുപ്പത്തിന്റെ അഭാവമായിരിക്കും. വൈകാരിക അടുപ്പത്തിനും വിശ്വാസത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നതിനാൽ പരസ്പരം സമയം അനുവദിക്കുക. പെർഫെക്റ്റ് മാച്ച്. ജീവിതത്തിലെ നന്മകളും വഴക്കുകളുടെയും എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ രണ്ടുപേരും ഒരുപോലെ തയ്യാറാകണം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന തീരുമാനത്തിലും അത് അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും ഉത്തരവാദിത്തം വ്യക്തികൾ തന്നെ എടുക്കണം. വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം സംസാരിച്ച് രണ്ടുപേരും ചേർന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. പെർഫെക്റ്റ് മാച്ച് എന്നത് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്ന രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒന്നായി തീരാനുള്ള പരിശ്രമത്തിലൂടെയാണ് സാധ്യമാകുന്ന ഒന്നാണ്. പരസ്പരം സമയം കണ്ടെത്തുക, കേൾക്കുക, ശ്രദ്ധിക്കുക തുടങ്ങിയവയാണ് ഇത് സാധ്യമാക്കാൻ സഹായിക്കുന്ന വഴികൾ. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.